തിരുവചനം തിരുമതിരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ദിവാർച്ചലുമേ സ്വരൂസ്നാഥ ഒരു പ്രാവശ്യം കൂടെ കർത്താവെ, ഞങ്ങളുടെ മഹത്തുള്ള ശുശ്രൂഷയ്ക്കായി നീങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന വൻകൃപാർക്കായ നന്ദിയോട് സ്തോത്രം. കർത്താവെ, അവിടുന്ന് അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ശുശ്രൂഷയുടെ മേലുണ്ടായിരിക്കുകയും കർത്താവ് ഇതിൽ കൂടെ അനേകരെ അങ്ങേക്ക് വേണ്ടി നേടുവാൻ കർത്താവരുടെ ജീവിതങ്ങളിൽ അങ്ങയുടെ പ്രകാശം പകരത്തക്കണം. കർത്താവ് വചനമായ ആഴമായ ബന്ധത്തിലേക്ക് വഴി നടത്തുവാൻ അത് മുഖാന്തരമായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ അടിയനെ തന്നെ സമർപ്പിക്കണം. ബലഹീനരാണ്, ബലപ്പെടുത്തുന്ന അങ്ങയുടെ ശ്രേഷ്ഠ കൃപ അവിടെൻ്റെ വ്യാപരിച്ചെടുത്താൽ ശബ്ദത്തോട് വാക്കുകളോ കണ്ടത്തോടുള്ള പ്രയാസ പ്രതിസന്ധികളില്ലാതെ ഏറ്റവും അനുഗ്രഹപൂർണ്ണമായ നയിക്കുന്നതോടൊപ്പം കർത്താവ് വചനം ആഴമായ തൻ്റെ ജനത്തിനുമായി സ്പർശിക്കുവാൻ കർത്താവ് ജനത്തോട് കരുണയുണ്ടാണെന്ന് പ്രാർത്ഥിക്കുന്നു. ജനം അങ്ങയുടെ അടിയന വചനം അങ്ങയുടേതാണ് കർത്താവെ. അവിടുന്ന് കർത്താവ് നിൻ്റെ മഹത്വത്തിനൊത്തോണം കർത്താവ് വചനം വ്യാഖ്യാനിച്ച് ജനത്തെ ബലപ്പെടുത്തുവാൻ സഹായിക്കണമെന്ന് ഈ സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുമ്പോൾ വ്യത്യസ്തമായ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒന്ന് വ്യക്തിഗത ബന്ധങ്ങൾ, ഒന്ന് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ, മറ്റ് കുടുംബ ബന്ധങ്ങൾ, ഭാര്യഭർത്ത ബന്ധങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ, ആത്മീയ ബന്ധങ്ങൾ, ഔദ്യോഗിക ബന്ധങ്ങൾ. ഇവയൊക്കെ ഇന്നത്തെ കാലയളവിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ ബന്ധങ്ങളിലൊക്കെ ഇന്ന് എന്ത് ലാഭം എനിക്ക് കിട്ടും, അല്ലെങ്കിൽ ഈ ബന്ധം നിലനിർത്തുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുൻപോട്ട് എങ്ങനെ കടന്നു പോകുവാൻ കഴിയും, എൻ്റെ ഔന്നത്യത്തിൽ എന്ത് ലഭ്യമാകുമെന്നുള്ള പല കാര്യങ്ങൾ കടന്നു വന്നിരിക്കുന്നു. അത് ഏത് ബന്ധത്തിനെ പറ്റി നാം എടുത്താലും, സാമൂഹ്യ ബന്ധങ്ങളിൽ നാം നോക്കുകയാണെങ്കിൽ എപ്രകാരം സാമൂഹ്യ നിലയിൽ അല്പം പേരും പെരുമയും ലഭ്യമാകുവാൻ കഴിയുമെന്നുള്ള ചിന്തകളിലാണ് പല ബന്ധങ്ങളും നിലനിർത്തുന്നത്. ഔദ്യോഗിക രംഗത്ത് നാം ചിന്തിക്കുമ്പോൾ ഔദ്യോഗിക തലങ്ങളിൽ എപ്രകാരം ഉന്നതത്തിലേക്ക് കടക്കുവാൻ കഴിയുമെന്നുള്ള ചിന്തകളോടെ പലരോടും ബന്ധങ്ങൾ സ്ഥാപിക്കാറുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ പോലും ഇന്ന് ഇത് കടന്നു വന്നിരിക്കുന്നു. അതായത് ഇന്ന് ഒരു ക്രയവിക്രയ കാര്യങ്ങളാണ് ബന്ധങ്ങളിൽ. അതായത് ഞാൻ എന്തെങ്കിലും ഈ ബന്ധത്തിൽ ചെയ്താൽ എനിക്ക് എന്ത് ലഭിക്കുമെന്നുള്ള ചിന്തകളിലൂടെയാണ് പലപ്പോഴും ആത്മീയ മേഖലകളിലും അത് വന്നുകൂടിയിരിക്കുന്നു. നാം ആയിരിക്കുന്ന ഇടവകളിലും സഭകളിലും ശുശ്രൂഷകളിലും പ്രവർത്തിക്കുവാൻ നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞാൻ ഇത് പ്രവർത്തിച്ചാൽ എനിക്ക് എന്ത് അനുഗ്രഹം ലഭ്യമാകുമെന്നുള്ള ചിന്തകളോടെയാണ് ഇന്ന് അനേകർ പ്രവർത്തന മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ആ ഒരു കാര്യത്തിന് അർത്ഥമില്ലെന്ന് പലരും മറന്നു പോകാറുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്നത് തന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ സ്നേഹത്തിലേക്ക്, അതല്ലെങ്കിൽ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടുള്ള ബന്ധത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാനാണ് ആഗ്രഹിക്കുന്നത്. ആ സ്നേഹബന്ധം എന്ന് പറയുമ്പോൾ അവിടെ നാം ഒന്നും ലാഭനിശ്ചയത്തിനെ പറ്റി അല്ലെങ്കിൽ എന്ത് എനിക്ക് കിട്ടുമെന്നുള്ളത്തെ പറ്റി ചിന്തിക്കാറില്ല. അപ്രകാരമുള്ള ബന്ധത്തിലേക്ക് നാം കടക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒന്നു മാത്രമേ ഉള്ളൂ, ത്യാഗമനോഭാവത്തോടെ ഒരു ബന്ധത്തിലേക്കാണ് നാം കടന്നു വരുന്നത്. കർത്താവിൻ്റെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ കർത്താവ് ഇതിനെപ്പറ്റി വ്യക്തമായി തൻ്റെ ശിഷ്യന്മാരോടും തന്നോട് കൂടെയുള്ള ജനതകളോടും പറഞ്ഞ് മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുമ്പോൾ അവിടെ അനേകർ കർത്താവിനെ വിട്ടുപോകുന്നതായിട്ട് നാം കാണുവാൻ ഇടയാകുന്നുണ്ട്. അതിന് കാരണം അവർ കർത്താവിൻ്റെ കൂടെ നടന്നത് അവർക്ക് കർത്താവിൻ്റെ കൂടെ നടന്നാൽ ലഭ്യമാകുവാൻ സാധ്യതയുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിച്ചു കൊണ്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു. അതിന് മുഖാന്തരമൊരുക്കിയത് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ജനതകളുടെ മനസ്സിൽ കടന്നുകൂടിയെ പറ്റി കർത്താവ് പ്രസ്താവിക്കുവാൻ ഇടയായിട്ടുണ്ട്. അതായത് യോഹന്നാന്റെ സുവിശേഷം 6:15 ഇപ്രകാരമാണ് പറയുന്നത്: അവർ വന്നവനെ ബലമായി പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്ന യേശു അറിഞ്ഞിട്ട് അവൻ വീണ്ടും തനിച്ച് മലയിലേക്ക് പോയി. ഇത് നടക്കുന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് കഴിഞ്ഞപ്പോൾ 12 കുട്ട ബാക്കി വന്നപ്പോൾ അവിടെയുള്ള പലരും പറഞ്ഞത് ഇത് പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞിരിക്കുന്ന ആ പ്രവാചകൻ വന്നിരിക്കുന്നു, അത് നമുക്ക് നന്മയ്ക്കായിട്ടാണെന്നുള്ളത്. അപ്പോൾ ശൂന്യതയിൽ നിന്ന് അവർക്ക് എന്തും ലഭ്യമാകുവാൻ കഴിയുമെന്നുള്ളൊരു വ്യക്തി മുൻപിൽ കണ്ടപ്പോൾ
ആ വ്യക്തിയെ രാജാവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ ആ രാജാവിൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ വേണ്ടിയ സമയത്ത് ഭക്ഷണങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും ഒക്കെ ലഭിച്ച് സമൃദ്ധിയോടെയുള്ളൊരു ജീവിതം കണ്ടാണ് അവരുടെ ചിന്തകളിൽ ഇപ്രകാരം കടന്നുകൂടിയിരിക്കുന്നതെന്ന് കർത്താവ് മനസ്സിലാക്കി കർത്താവ് അവിടുന്ന് മാറിക്കളയുന്നത്. അത് മാത്രമല്ല, കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു മറുകരയിലേക്ക് കടന്നുപോയിക്കൊള്ളുവാൻ. ആ ജനമധ്യത്തിൽ നിന്ന് അവരെ തന്നെ അകറ്റുന്ന ഒരു അവസ്ഥ. അതായത് ലോകം തന്നെ എവിടേക്കാണ് നയിക്കുവാൻ പോകുന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ക്ഷണത്തിൽ തന്നെ അവിടുന്ന് മാറി മറയുന്ന അവസ്ഥ. പക്ഷേ അവർ മറുകരയിൽ കടന്നു ചെല്ലുമ്പോഴും ആ ജനതകൾ കർത്താവ് എവിടേക്ക് കടന്നുപോയെന്ന് മനസ്സിലാക്കി കർത്താവിനെ കാട്ടി മുൻപിൽ അവിടെ കടന്നു വന്ന്, റബി നീ എപ്പോഴാണ് ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ കർത്താവിന് അതിന് ഉത്തരം പറയുന്ന കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷം 6:26-27 വായിക്കുമ്പോൾ. അതിന് യേശു ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അത്ഭുതം കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രയത്നിക്കുവിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്ര വെച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ വ്യക്തതയോടെ കർത്താവ് അവരുടെ ചിന്തകളിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് അവർ കണ്ട അത്ഭുതങ്ങളെ ചൊല്ലിയല്ല അവർ കടന്നു വന്നിരിക്കുന്നത്. അവർക്ക് നൽകപ്പെട്ട ഭക്ഷണങ്ങൾ അവരുടെ ജീവിതങ്ങളിൽ സമൃദ്ധിയായി ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട് ഇനിയും ഈ കർത്താവിൻ്റെ പുറകെ പിന്തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും അവർക്ക് ഒരു വേല ചെയ്യാതെ ഒന്നും ചെയ്യാതെ വേണ്ടിയതെല്ലാം ലഭ്യമായി ഒരു ജീവിതം നയിക്കുവാൻ കഴിയുമെന്നുള്ള ചിന്തകളിലാണ് കടന്നു പോകുന്നത്. അവിടെ കർത്താവ് പറയുന്നത് നശ്വരമായ കാര്യങ്ങളെ പറ്റിയല്ല, മുകളിൽ നിന്നുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുവാൻ, മുകളിൽ നിന്നുകൊണ്ട് ആഹാരത്തെപ്പറ്റി ചിന്തിക്കുവാൻ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പല ശുശ്രൂഷകളിലും ദേവാലയങ്ങളിലും കടന്നു പോകുവാൻ ഇടയാകുന്നത് അവിടെ നമുക്ക് എന്ത് ലഭ്യമാകുമെന്നുള്ള ചിന്തയിലാണ് പരക്കം പായുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ പല ദേവാലയങ്ങളിൽ ജനതകൾ കടന്നു വരുന്നത് അവർക്ക് യഥാർത്ഥമായ ദൈവത്തോടുള്ള ആ ബഹുമാനത്തോടോ അല്ലെങ്കിൽ ആ ദേവാലയം എന്ത് ചൊല്ലിയാണ് ആയിരിക്കുന്നത് അതുമാത്രമല്ല, അവിടെ നടക്കുന്ന അത്ഭുതങ്ങളും അതിൽ കൂടെ അവർക്ക് ലഭ്യമാകുവാൻ പോകുന്ന നന്മകളെ ചൊല്ലിയാണ് അനേകർ കടന്നു വരുന്നത്. താൽക്കാലികമായ ബന്ധത്തിലേക്ക് ഉള്ള പരക്കം പായിച്ചലാണ്. അവിടെ നാം എത്രമാത്രം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ടെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവമായിട്ടുള്ള ബന്ധം എപ്രകാരം ആ സ്വാർത്ഥ താല്പര്യത്തിനുള്ള ബന്ധമാണോ അതോ നിസ്വാർത്ഥമായി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവിന് വേണ്ടി എന്തും ചെയ്യുവാൻ ഇറങ്ങിത്തിരിച്ച് അപ്രകാരമുള്ളൊരു ബന്ധത്തിലാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മുമ്പോട്ട് വായിക്കുമ്പോൾ 6:29 ഇപ്രകാരമാണ് പറയുന്നത്. യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചനിൽ നിങ്ങൾ വിശ്വസിക്കുകയത്രേ എന്ന് പറഞ്ഞു. അതായത് അവർ ചോദിക്കുന്നു ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണ്, ദൈവത്തിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ചോദിക്കുമ്പോൾ യഹോവയായ ദൈവം അയച്ചവനുള്ള വിശ്വാസം, അവനെ ഉൾക്കൊള്ളുകയാണ് പ്രസാദകരമായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ. ആ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ പലപ്പോഴും ചോദിക്കുന്നത് കർത്താവ് ആരെന്ന് അവരെ മനസ്സിലാക്കുവാൻ ഉൾക്കൊള്ളുവാൻ കഴിയാതെ, കർത്താവ് ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, അതിന് അടയാളം എന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ, അതുമാത്രമല്ല അവർ പഴയ കാലത്തിൽ മോശപിതാവിൻ്റെ ജീവിതത്തിൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ എപ്രകാരമാണ് യഹോവയായ ദൈവം മന്ന നൽകി മരുഭൂമി യാത്രയിൽ വഴി നടത്തിയതെന്നൊക്കെ പറയുമ്പോൾ കർത്താവിനോട് ചോദിക്കുന്നത് നീ അപ്രകാരം എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ നാം വിശ്വസിക്കുവാൻ കഴിയുമെന്നാണ്. അതിൻ്റെ മുമ്പോട്ട് നാം യോഹന്നാന്റെ സുവിശേഷം 6:35-36 വായിക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവൻ വിശക്കുകയില്ല,
എന്നിൽ വിശ്വസിക്കുന്നതിന് ഒരു നാളും ദാഹിക്കുകയുമില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അപ്പോൾ അവരുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ അനേക പ്രവർത്തനങ്ങൾ കണ്ടിട്ടും എന്തുകൊണ്ട്? അതുമാത്രമല്ല, അല്പനേരം മുമ്പ് അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് അവർ കർത്താവിൻ്റെ വലിയൊരു പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചവരാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കർത്താവ്. 5000 പേരെന്ന് പറയുമ്പോൾ പലരും പറയുന്നത് ഏകദേശം 20,000 പേരുണ്ടായിട്ടാണ്. അപ്പോൾ അപ്രകാരം ഒരു 20,000 ഇല്ലെങ്കിലും 5000 പേരെ മാത്രം നാം എടുക്കുകയാണെങ്കിൽ, അപ്രകാരം ഒരു പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചിട്ടും ഇവൻ ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുവാൻ കഴിയാതെ, അതായത് പ്രവാചകന്മാരിൽ കൂടെ നിത്യജീവനിലേക്കും തൻ്റെ വീണ്ടെടുപ്പിനായി അയക്കുന്ന ദൈവപുത്രൻ എന്ന് ജനം മനസ്സിലാക്കാതെ അവിടെ ചോദ്യമാണ്. അതിനുത്തരമായിട്ടാണ് ഇവിടെ പറയുന്നത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. ഇവയൊക്കെ പറയുമ്പോഴും പിന്നെ അവൻ്റെ അപ്പം എന്തെന്നും അവൻ എങ്ങനെ അപ്പം തരുവാൻ കഴിയുമെന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ മുമ്പായിട്ട് അതിൻ്റെ ആ കാര്യങ്ങൾക്ക് ഉത്തരമായിട്ട് വരുന്നത് 37 38 വായിക്കുമ്പോൾ, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാനാകുന്നു. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാനാകുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളുകയില്ല. നാം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. പക്ഷെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അപ്രകാരം എത്രമാത്രം വിശ്വസ്തതയുണ്ടെന്ന് നാം ചിന്തിക്കണം. ഞാൻ ആദ്യം ആമുഖമായി പറഞ്ഞതുപോലെ ഇന്ന് പലപ്പോഴും നമ്മുടെ കർത്താവുമായിട്ടുള്ളൊരു ബന്ധം ക്രയവിക്ര ബന്ധമായിട്ട് മാറിയിരിക്കുന്നു. ഞാൻ കർത്താവിന് വേണ്ടി ഇത് ചെയ്തിരിക്കുന്നു, ഞാൻ കർത്താവിന് വേണ്ടി ഇത് കൊടുത്തിരിക്കുന്നു. പക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക. വലിയ ഒരു വിപത്തിൻ്റെ മുൻപിലായിരുന്നു ഏകദേശം 5 വർഷം മുൻപ് ഈ ലോകം കടന്നുപോയത്. ആ മഹാമാരിയുടെ മധ്യത്തിൽ നമ്മളെ അനേകരെ ദൈവം ഇന്നും ഈ 5 വർഷം കഴിഞ്ഞ് നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയല്ലേ? അതോ എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തനത്തിൻ്റെ മഹിമ കാരണമാണ് ഞാനും നിങ്ങളും ഇന്ന് നിലകൊള്ളുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റിക്കളയണം. ദൈവത്തിൻ്റെ കരുണയൊന്നു മാത്രമാണ് ഇന്ന് ഞാനും നിങ്ങളും ഈ ഭൂമുഖത്ത് ജീവനുള്ളവരുടെ ദേശത്ത് നിലകൊള്ളുവാനിടയായത്. ആ ദൈവത്തിൻ്റെ വിശ്വസ്തത, ആ ദൈവത്തിൻ്റെ കരുണയ്ക്കൊത്തരണം എനിക്കും നിങ്ങൾക്കും എന്ത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്, എന്ത് നമുക്ക് നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടും വേദനകളുടെ താഴ്വരയിൽ കടന്നു പോകുന്നവരുടെ മധ്യത്തിൽ കടന്നു നിന്ന് അവരെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ അവിടെ നാം നോക്കുമ്പോൾ ആ ബന്ധത്തിലേക്ക് കടന്നു ചെന്നാൽ എനിക്ക് എന്ത് ലാഭം കിട്ടുമെന്നാണോ? നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, കർത്താവ് ഈ ഭൂമുഖത്ത് കടന്നു വന്ന് കഷ്ടതയും നിന്ദയും പരിഹാസവും സഹിച്ച് ക്രൂശിലേക്ക് കടന്നുപോയപ്പോഴും എന്ത് കിട്ടുമെന്നല്ല, എന്ത് നേടുമെന്നല്ല, ഒന്നു മാത്രമേ, അവൻ്റെ രക്തത്താൽ നമുക്ക് എന്തെങ്കിലും കിട്ടുവാനാണ് ഒരുക്കപ്പെട്ടത്. നമുക്കെന്തെങ്കിലും നേടുവാൻ വേണ്ടിയാണ് കർത്താവ് സ്വയം യാഗമായി അർപ്പിക്കപ്പെട്ടത്. അപ്രകാരം ഒരു ബന്ധത്തിലേക്കാണ് കർത്താവ് എന്നെയും നിങ്ങളെയും വിളിക്കുന്നത്. എന്ത് ലാഭമായി കിട്ടുമെന്ന് ചിന്തിക്കുവാനല്ല, ആ സ്നേഹത്തിലേക്ക് നാം ഉയരണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മുമ്പോട്ട് വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6:40 ഇപ്രകാരമാണ് പറയുന്നത്, പുത്രനെ നോക്കി അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. നിത്യജീവൻ ഉണ്ടാകണമാകുന്നു എന്ന പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ കർത്താവ് ഈ ഭൂമുഖത്ത് സൃഷ്ടികർത്താവാണ്. സൃഷ്ടികർത്താവ് തൻ്റെ സൃഷ്ടികൾ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി, അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി, അറ്റുപോയ ബന്ധത്തിലേക്ക് പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി, യഹോവയായ ദൈവത്തുമായി അറ്റുപോയ ബന്ധത്തിലേക്ക് പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നാം എത്രമാത്രം അതിനെ സ്വീകരിക്കുന്നുണ്ട്, നാം എത്രമാത്രം അതിനെ ഉൾക്കൊള്ളുന്നുണ്ട്? ഇന്ന് നമ്മുടെ ബന്ധങ്ങൾ യഥാർത്ഥത്തിൽ
നിസ്വാർത്ഥമായ ബന്ധമാണോ എന്നൊന്ന് ചിന്തിക്കണം. ദൈവം നമ്മളെ ഏത് ബന്ധത്തിലാക്കി വെച്ചാലും അവിടെ എനിക്കെന്ത് ലഭിക്കുമെന്നുള്ള ചിന്തയല്ല, ഞാൻ എന്ത് കൊടുക്കുവാൻ കഴിയും. നിസ്വാർത്ഥമായ ആ ബന്ധത്തിലേക്ക് നമുക്ക് വളരണമെങ്കിൽ യഥാർത്ഥമായ ദൈവസ്നേഹം, യഥാർത്ഥമായ കർത്താവുമായിട്ടൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. അപ്രകാരം ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ നമുക്കത് പറയുവാൻ കഴിയുകയുള്ളൂ, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നെന്ന്, ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവനെന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. മുമ്പോട്ട് വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 6:52 ഇപ്രകാരമാണ് പറയുന്നത്. ആകയാൽ യഹൂദന്മാർ അവൻ്റെ മാംസം നമുക്ക് ഭക്ഷിക്കുവാൻ തരേണ്ടതിന് ഇവന് എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞ് പരസ്പരം വാദിച്ചു. കാരണം അവർ മനസ്സിലാക്കുമ്പോൾ തൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ ജീവിതത്തിൽ സ്വർഗത്തിൽ നിന്ന് മന്നായും കാടപ്പക്ഷിയും നൽകി അവരെ വഴി നടത്തിയ യഹോവയായ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അവർ ഓർക്കുന്നുണ്ട്. പക്ഷെ പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞിരിക്കുന്ന അവരുടെ വീണ്ടെടുപ്പുകാരൻ കടന്നു വരുന്നെന്നുള്ള അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തൊരു ചിന്തയാണ്. വ്യക്തമായി പ്രവാചകന്മാരിൽ കൂടെ പറയുന്നുണ്ട്, കർത്താവിൻ്റെ ആഗമനവും കർത്താവിൻ്റെ പ്രവർത്തനവും കർത്താവിൻ്റെ ക്രൂശമരണത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. തൻ്റെ വീണ്ടെടുപ്പുകാരനെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥ. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം ഒന്ന് നോക്കുകയാണെങ്കിൽ, നാം ദേവാലയങ്ങളിൽ കടന്നു പോകുന്നുണ്ട്, തിരുമേശകൾ സംബന്ധിക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ യാഗമായി അർപ്പിക്കപ്പെട്ട കർത്താവിനെ ഒന്ന് ധ്യാനിക്കുവാൻ കഴിയുന്നുണ്ടോ? അവനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആനയിക്കുവാൻ കഴിയുന്നുണ്ടോ? തിരുമേശകളിൽ സംബന്ധിക്കുമ്പോൾ, കർത്താവെ, നിന്റെ തിരുശേഷിപ്പ് ഞങ്ങൾ അതിന് ഭാഗവത്തായി തീരുമ്പോൾ ഞങ്ങളോട് മനസ്സലിയണമെന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? അതോ കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ അത് ചെയ്യുവാൻ, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ, അതുമാത്രം ഓർമ്മയ്ക്കായി ചെയ്യുവാനാണ് പറഞ്ഞത്. ഒരു ആചാരാനിഷ്ടമായി ചെയ്യുവാനല്ല പറഞ്ഞിരിക്കുന്നത്, ഓർമ്മയ്ക്കായി. നാം അവിടെ ചെല്ലുമ്പോൾ കർത്താവിനെ ഓർക്കുന്നുണ്ടോ? ബോട്ട് വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 6:56-57 വായിക്കുമ്പോൾ, എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അപ്പോൾ നാം മനസ്സിലാക്കണം, എത്ര വിശുദ്ധമായൊരു കാര്യത്തിലേക്കാണ് നാം കടന്നു വരുന്നത്. ആ വിശുദ്ധതയിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം എത്രമാത്രം വിശുദ്ധിയുള്ളവരാണ്. അത് ഭക്ഷിക്കുവാൻ നാം നമ്മുടെ മുട്ടുമടക്കുമ്പോൾ, നമ്മുടെ അധരങ്ങളിലേക്ക് അത് കിട്ടുമ്പോൾ, യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ തിരുരക്തം ആണ്, തിരുമാംസമാണ് നാം ഭക്ഷിക്കുന്നത് നാം മനസ്സിലാക്കാറുണ്ട്. അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ വിടുവിക്കത്തക്കോണം, അസ്വസ്ഥതകൾക്ക് സൗഖ്യം നൽകത്തക്കോണം, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കത്തക്കോണം ഇടയാക്കുവാൻ കഴിയുമെന്ന് നാം ചിന്തിക്കുന്നുണ്ടോ? അപ്രകാരം ചിന്തിക്കുവാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ യഥാർത്ഥമായ സാവകാശം നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ അനുഗ്രഹം നമുക്ക് അനുഭവമാക്കുവാൻ കഴിയുന്നത്. ഞാൻ മുൻപോട്ട് വായിക്കട്ടെ. 6:58 വായിക്കുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഇതാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. അവര് പറഞ്ഞതെന്താണ്? അവരുടെ പിതാക്കന്മാര് മരുഭൂയാത്രയിൽ സ്വർഗത്തിലെ മന്ന കഴിച്ചപ്പോൾ അപ്രകാരമുള്ള ഒരു അടയാളത്തെ, പക്ഷെ സ്വർഗത്തിലെ മന്ന കഴിച്ച 40 വർഷം മരുഭൂയാത്രയിൽ കടന്നു വന്ന അനേകർ പട്ടുപോയത് അവർ മറന്നുപോയി. ഇതാണ് സ്വർഗത്തിൻ്റെ അപ്പം. ആരാണ്? കർത്താവ് സ്വയമായിട്ടാണ് പറയുന്നത്, ഞാനാണ് സ്വർഗത്തിൻ്റെ അപ്പം. എന്നെ ഉൾക്കൊള്ളുന്ന എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മരണമില്ല, നിത്യതയിലേക്കുള്ള വഴിയാണ് ഒരുക്കുന്നത്. നാം ഇന്ന് പലപ്പോഴും എല്ലാ ശുശ്രൂഷകളിൽ അല്ലെങ്കിൽ സാഹചര്യം കിട്ടുമ്പോഴൊക്കെ ഈ തിരുമേശ സംബന്ധിക്കുന്നവരാണ്. ആ സംബന്ധിക്കുമ്പോൾ ഒരു നിമിഷം അവിടെ നിൽക്കുമ്പോൾ ഒന്ന് ഓർത്തു കൊള്ളുക, ആ രക്തത്തിൻ്റെ വില എന്താണെന്ന്. കാൽവരി ചൊരിഞ്ഞ രക്തത്തിൻ്റെ വില എന്താണെന്ന് നാം ഒന്ന് ചിന്തിക്കണം.
ആ രക്തത്തിൻ്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ജനം നമ്മളായിരിക്കുമ്പോൾ അതിനൊത്തവണ്ണം നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ടോ? അപ്രകാരം ദൈവവുമായിട്ട് നിസ്വാർത്ഥമായ ഒരു സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. യോഹന്നാന്റെ സുവിശേഷം 6:60 ഇപ്രകാരമാണ് പറയുന്നത്. അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് അവൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിനമായ ഉപദേശമാകുന്നു, ഇത് കഠിനമായ ഉപദേശമാകുന്നു, ഇത് സ്വീകരിക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. ഇത് സ്വീകരിക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. കഠിനമായ ഉപദേശം. കർത്താവ് യഥാർത്ഥത്തിൽ പറയുന്നത് അവിടെ എന്താണ്? അവൻ്റെ മാംസം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യജീവൻ. അവിടെ പറയുന്നത് അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നാം ഒരു ആചാരാനുഷ്ഠാനമായിട്ടുള്ള പ്രവർത്തനത്തിലേക്കല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ വ്യക്തമായ മാറ്റം വരുത്തിക്കൊണ്ടുള്ളൊരു പ്രവർത്തനത്തിലേക്ക് കർത്താവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും കർത്താവാണ് എൻ്റെ ഉപനിധിയും കർത്താവ് മാത്രമാണ് എൻ്റെ കാര്യങ്ങളിൽ എല്ലാത്തിനും ഉപരിയായി വഴി നടത്തുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു പ്രവർത്തനത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ ബന്ധത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ബന്ധം നമുക്ക് ആവശ്യമുണ്ട്. പലപ്പോഴും നാമൊക്കെ കുഞ്ഞുങ്ങളായിരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ ചിലപ്പോൾ പറയാറുണ്ട്, നീ ഇത് ചെയ്താൽ അല്ലെങ്കിൽ ഇപ്രകാരം നടന്നാൽ ഞാൻ നിനക്കിത് നൽകും, അല്ലെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ നമുക്കിത് ലഭ്യമാകും. പലപ്പോഴും അത് മുൻപോട്ട് വളരുമ്പോൾ ക്രയവിക്രമ ഒരു ബന്ധത്തിലേക്കാണ് നയിക്കുന്നതെന്ന് മാതാപിതാക്കൾ മറന്നു പോകാറുണ്ട്. നാം അവരെ സ്നേഹിക്കുന്നതുകൊണ്ട് നന്മകൾ ചെയ്യണം, പക്ഷേ അതിനൊരു വിലയായി ഒരിക്കലും ഒന്നും ചെയ്യരുത്. അപ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അത് ഇടുമ്പോൾ അവർ മറ്റു ബന്ധങ്ങളും അപ്രകാരം തുലനം ചെയ്യുവാൻ ഇടയാകും. എന്തിന്? ദൈവവുമായിട്ടുള്ള ബന്ധത്തും അപ്രകാരം തുലനം ചെയ്യുവാൻ ഇടയാകും. അവിടെയും ചോദിക്കും, ഞാൻ കർത്താവിന് വേണ്ടി ഇത് ചെയ്താൽ എനിക്കെന്ത് ലഭ്യമാകും? ഞാൻ മുൻപോട്ട് വായിക്കട്ടെ. 6:65 ഇപ്രകാരമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് എന്നും അവൻ പറഞ്ഞു. ആർക്കും എൻ്റെ അടുക്കൽ കടന്നു വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത്. അതായത് പിതാവ് ആഗ്രഹിക്കാതെ പുത്രൻ്റെ അടുക്കൽ വരിക മാത്രമല്ല, പുത്രനോട് ബന്ധം നിലനിർത്തുവാൻ കഴിയുകയില്ലെന്ന് നാം മനസ്സിലാക്കണം. അതിൻ്റെ 66 ഇപ്രകാരമാണ് പറയുന്നത്. അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാർ പലരും പിന്തിരിഞ്ഞുപോയി. അവൻ്റെ ശിഷ്യന്മാർ പലതും പിന്തിരിഞ്ഞുപോയി. പിന്നെ അവനോടുകൂടി സഞ്ചരിച്ചില്ല. ശിഷ്യഗണത്തിലേക്ക് കടന്നു വന്ന് ആ ശിഷ്യഗണത്തിൽ നിൽക്കണമെങ്കിൽ ഇത്രമാത്രം ക്ലേശങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ, അല്ലാതെ ഓരോ ദിവസവും ഇപ്രകാരം ശൂന്യതയിൽ നിന്ന് ഭക്ഷണം ലഭ്യമാകുവാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും ഈ കർത്താവ് പ്രവർത്തിക്കുകയില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥ ഇന്ന് നാം കാണുന്നതും ഇതുതന്നെയാണ്. പല ആത്മീയ മേഖലകളിലും ശുശ്രൂഷകളും ജനം കടന്നുകൂടാറുണ്ട്. അവർക്ക് വേണ്ടിയ രീതിയിൽ തത്സമയത്ത് അത് നടന്നില്ലെങ്കിൽ, കാരണം ഇന്ന് പലരും ചിന്തിക്കുന്നത് ഒരു ATM പോലെ ആയിരിക്കണം നമ്മുടെ അനുഗ്രഹങ്ങൾ. ആ കാർഡിട്ട് നാം പറയുന്നത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ ക്ഷണത്തിൽ അത് നമ്മുടെ കരങ്ങളിൽ വരണം. കർത്താവിനായി കാത്തിരിക്കുവാനോ കർത്താവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വളരുവാനോ നമുക്ക് സാവകാശമില്ല. നമ്മുടെ വേണ്ടിയത് കർത്താവ് നിറവേറ്റി തന്നാൽ കർത്താവ് നല്ലവൻ, അല്ലെങ്കിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവത്തിന് എന്നോട് സ്നേഹമില്ല. നമ്മുടെ സ്നേഹമല്ല, ദൈവത്തിന് എന്നോട് സ്നേഹമില്ലെന്നാണ് പറയുന്നത്. പ്രിയ സഹോദര സഹോദരി, ഇന്ന് ഈ ക്ഷണത്തിൽ എന്നെ കേൾക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഈ ഭൂമുഖത്ത് ഇന്ന് നിലകൊള്ളുവാൻ കഴിഞ്ഞെന്ന് ഓർത്തുകൊള്ളുക. മുമ്പോട്ട് വായിക്കട്ടെ. അതിൻ്റെ 67 ഇപ്രകാരമാണ് പറയുന്നത്. ആകയാൽ യേശു 12 പേരോട് നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. കാരണം അനേകർ വിട്ടുപോയപ്പോൾ യേശു അവരോടും ഒരു ചോദ്യമാണ്, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നു. അതിന് ഉത്തരം പത്രോസ്ലീഹ പറയുന്നതാണ്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എപ്പോഴും മാതൃകയാകേണ്ട. അതിൻ്റെ ഉത്തരം 6:68-69 വായിക്കുമ്പോൾ,
ശീമോൻ പത്രോസ് അവനോട്, ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ട്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹ ആകുന്നുവെന്ന് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹ ആകുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുവയ്ക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ നാം വചനങ്ങൾ കേൾക്കാറുണ്ട്, ദേവാലയങ്ങളിൽ കടന്നു പോകാറുണ്ട്, ക്രൈസ്തവ സമൂഹത്തിലായിരിക്കും നാം ചിലപ്പോൾ ജനിച്ചു വളർന്നത്. തന്മൂലം ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും അടിമയായിട്ടാണോ ജീവിക്കുന്നത്, അതോ കർത്താവുമായിട്ടൊരു ബന്ധത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും വളരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിത്യജീവനിലേക്ക് വഴിയായി നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ ഒരിക്കലും അതിന് ഇടയാകുകയില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നീ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം നമ്മളെ വിളിക്കുന്നത് ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്കാണ്. അവിടെ നിസ്വാർത്ഥമായ ബന്ധത്തിലേക്കാണ് വിളിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ബന്ധത്തിലേക്കാണ് എന്നെ നിങ്ങളെ വിളിക്കുന്നത്. അല്ലാതെ നാം ഇത് ചെയ്താൽ എനിക്ക് എന്ത് ലഭ്യമാകുമെന്നല്ല. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് പോലെ നമുക്ക് കർത്താവിനെ സ്നേഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ തലകളെ വണക്കാം. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അതിവാത്സല്യമായ സ്വർഗ്ഗസ്നാഥ, ഒരു പ്രാവശ്യം കർത്താവെ, അങ്ങേക്ക് വേണ്ടി കർത്താവെ ഈ ശുശ്രൂഷ നൽകിയിരിക്കുന്നവൻ കൃപകൾക്കായ സ്തോത്രം. ഈ കർത്താവെ, വചനം അനേകരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ കർത്താവെ, യഥാർത്ഥമായ നിന്റെ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ വചനം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു മാറ്റം വരുത്തുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുറോടും ഞങ്ങളുടെ ബലഹീനതയും ക്ഷമിച്ച കർത്താവെ, എന്നെ കൂടുതലായിട്ട് സ്നേഹിക്കുവാൻ, നിന്നുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ദൃഢനിഷ്ഠയോടെ നിലനിൽക്കുവാൻ സദാ സഹായിക്കണമെന്ന് യേശു നാശിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.